കൂട്ടക്കൊഴിച്ചിലെന്ന് തന്നെ എടുത്തു പറയണം. അതായത് 100-ലധികം പേരാണ് ഒറ്റയടിക്ക് LDFും UDFും വിട്ടുകൊണ്ട് BJPയിലേക്ക് ചേർന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വിശദമായി തന്നെ പറയുകയാണെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന്, അതായത് ഈ പറയുന്ന തരത്തിൽ UDFിൽ നിന്നും LDFിൽ നിന്നും ഒക്കെ തന്നെ 100ഓളം പേരാണ് ഇപ്പോൾ BJPയിൽ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. പാരിപ്പള്ളി മീനമ്പലം ജംഗ്ഷനിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ വച്ചാണ് കോൺഗ്രസിന്റെ പ്രധാന നേതാവും അതോടൊപ്പം തന്നെ മുൻ പാരിപ്പള്ളി മണ്ഡലം പ്രസിഡന്റും മുൻ പഞ്ചായത്ത് അംഗവും നിലവിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും ആയിരുന്ന സജികത്തിന്റെ നേതൃത്വത്തിൽ ആയിരുന്നു ഈ 100ഓളം പ്രവർത്തകർ BJPയിൽ അംഗത്വം സ്വീകരിച്ച് എത്തിയത് തന്നെ. കൊല്ലം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് മെമ്പർഷിപ്പ് നൽകി സ്വീകരിക്കുകയായിരുന്നു ഇവരെ എല്ലാം തന്നെ. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു ഒഴുക്കാണ് ഇപ്പോൾ BJPയിലേക്ക് ഉണ്ടായിരിക്കുന്നത്. അതും വിവിധ പാർട്ടികളിൽ നിന്നും, LDFിൽ നിന്നും UDFിൽ നിന്നും എല്ലാം തന്നെ എന്നുള്ളത് എടുത്തു പറയേണ്ടി വരുന്ന ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. അതായത് 100-ലധികം പേരാണ് ഇപ്പോൾ ഒറ്റയടിക്ക് കൂട്ടമായിട്ട് BJPയിലേക്ക് എത്തിയിരിക്കുന്നത് തന്നെ. തെരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നിരിക്കുന്ന ഈ സമയത്ത് തന്നെ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തു വന്നിരിക്കുന്ന ഈ സമയത്തൊക്കെ തന്നെ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ, ഈ കൊഴിഞ്ഞു പോക്കലുകളും ഒക്കെ തന്നെ ഏത് തരത്തിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ബാധിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന പലതരത്തിലുമുള്ള അട്ടിമറികളൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ട് പല രീതിയിൽ അട്ടിമറികൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും കാത്തിരിക്കണം. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ ഒരു കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെ BJPക്ക് എത്രത്തോളം ഗുണകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും, അതോടൊപ്പം തന്നെ LDFിനെയും UDFിനെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJP ലക്ഷ്യം വയ്ക്കുന്നത് പല രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണെന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയവുമില്ല. അതിൽ തന്നെ സീറ്റുകൾ അവർക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന പല സ്ഥലങ്ങളുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ LDFിൽ നിന്നും UDFിൽ നിന്നും ഒക്കെ തന്നെയുള്ള കൂട്ടക്കൊഴിഞ്ഞു പോക്കലുകളൊക്കെ തന്നെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ബാധിക്കുമോ, അത് BJPക്ക് ഗുണകരമാക്കി മാറ്റാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് ഏറെ ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും കാത്തിരിക്കാം എന്താണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ ഒരു കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെ BJPയിലേക്ക് വന്നെത്തുന്നത് വോട്ടായി മാറുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.